വെൽക്കം ബാക്ക് ടു ക്യൂട്ട് കടയിൽ ക്ലൗഡ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ക്യൂട്ടായിട്ടുള്ള പെന്നുകളാട്ടോ. പലതരത്തിലുള്ള ഡിസൈൻസ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ ഒരു പേപ്പർ എടുക്കുക. ജസ്റ്റ് വൈറ്റ് പേപ്പറോ ഒരു വൈറ്റ് A4 ഷീറ്റോ മതി കേട്ടോ. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ പാറ്റേൺ പേപ്പേഴ്സിലൊക്കെ ചെയ്യുന്ന അതേ ഡിസൈൻ തന്നെ ഡോട്ട്സും കുറച്ച് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിന് ടോപ്പും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ. അതിന് നിങ്ങൾക്ക് ഒരു ഫില്ലർ നിങ്ങൾക്ക് പെന്ന് എടുക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ 5 rupees പുറത്തുനിന്ന് വാങ്ങുകയും ചെയ്യാം കേട്ടോ. അതിനുശേഷം നമ്മളിതുപോലെ റോൾ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് പെന്നെടുത്ത് ജസ്റ്റ് ഗ്ലൂ തേച്ചിട്ട് ആ പെന്നിൻ്റെ ഫില്ലർ അവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ അതിന് ഈസി എന്ന് വെച്ചാൽ ഡബിൾ സൈഡ് ടാപ്പ് തന്നെയാണ് കേട്ടോ, ഭയങ്കര ഈസി. ബട്ട് നമുക്ക് ഡബിൾ സൈഡ് ടാപ്പ് ഇല്ലെങ്കിൽ ഇതുപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ അതിന് ടോപ്പ് കൂടി ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ സൈഡിൽ വെച്ച് റോൾ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചെടുക്കുക. അത് ഫസ്റ്റ് വലിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ കുറച്ച് 2-3 ഉണ്ടാക്കുമ്പോൾ സെറ്റാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് വലിച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ക്യൂട്ട്നെസ് കൂട്ടാൻ ഒരു ടോപ്പ് കൂടി ഒട്ടിച്ച് കൊടുക്കുക. ഞാൻ ടോപ്പറായിട്ട് കഴിഞ്ഞ വട്ടം ഉണ്ടാക്കിയ സ്റ്റിക്കേഴ്സൊക്കെ എടുത്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്പർ 2 ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടി ഞാൻ വീണ്ടും ഇതുപോലത്തെ 2 പേപ്പേഴ്സ് എടുത്തിട്ട് എപ്പോഴും നമ്മൾ വരയ്ക്കുന്ന ഗ്രിഡ് ലൈൻസ് തന്നെ എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരു വീക്ക്നെസ്സാണ് ഗ്രിഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഗ്രിഡ് ലൈൻസ്. ആ ഗ്രിഡ് ലൈൻസ് ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ഒരു ചെറിയ ഡിഫറൻസിന് വേണ്ടി കുറച്ച് ഹേർട്സ് വരയ്ക്കുന്നുണ്ട്, വലുതും ചെറുതും ഒക്കെ ആയിട്ടുള്ള ഹേർട്സ്. അതുപോലെ തന്നെ റിപ്പീറ്റ് സ്റ്റെപ്പ് ചെയ്യുക. നമ്മൾ ഗ്ലൂ തേച്ചിട്ട് ഫില്ലർ വെച്ച് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് റോൾ ചെയ്ത് കൊടുക്കുക. അതെന്നെ ചെയ്ത് വരുമ്പോൾ നമ്മൾ ഈ ഒരു ഇത് കംപ്ലീറ്റ് ആയിട്ടോ. ഇനി നമ്മൾ അതിന് വേറെ ടോപ്പർ ഒട്ടിച്ച് കൊടുക്കുക. ഇനി നമുക്ക് തേർഡ് വൺ ചെയ്യാം കേട്ടോ. അതിനൊരു കുറവും വേണ്ട, നമുക്കൊരു BTS മോഡൽ തന്നെ ആയിക്കോട്ടെ. അപ്പോൾ BTSകാർക്കൊക്കെ സന്തോഷമാവുമല്ലോ. അപ്പം BTSൻ്റെ ലോഗോ വരച്ചിട്ട് നമ്മൾ ജസ്റ്റ് അതിന് കളറടിക്കുന്നുണ്ട്. 5-6 ചെയ്തപ്പോൾ ആ ഒരു ഐഡിയ ആയിട്ട് നമുക്ക് വൈറ്റ് സ്പേസ് ഒട്ടിച്ച് ചെയ്യാമെന്ന്. അങ്ങനെ 2-3 അങ്ങനെ ചെയ്തു. ഇതുപോലെ ചെയ്തെടുത്തുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അതിനുശേഷം നമ്മൾ മാർക്കർ പെന്നോട് ജസ്റ്റ് ഒന്ന് ബോർഡർ കൊടുക്കുക. അപ്പം നല്ല കുറച്ചുകൂടി ഭംഗി കൂടി പക്ഷേ BTS എന്ന് തന്നെ എഴുതി കൊടുക്കുക. അതിൻ്റെ ടോപ്പിനും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ സെയിം പ്രോസസ്സ് തന്നെ ചെയ്യുക. കുറച്ച് ഗ്ലൂ എടുത്തിട്ട് ജസ്റ്റ് സ്റ്റിക്ക് ചെയ്തിട്ട് ഫില്ലർ വെച്ച് ഒട്ടിച്ച് കൊടുക്കുക. നമുക്ക് കഴിഞ്ഞ് ടോപ്പ് പോർഷൻ ഉണ്ടാക്കാം. ടോപ്പ് പോർഷൻ ഉണ്ടാക്കാൻ ഞാൻ വീണ്ടും അതിൻ്റെ മുകളിൽ കൂടി ചുറ്റിയിട്ട് നമ്മൾ അതിൻ്റെ ജസ്റ്റ് അതിൻ്റെ സൈസ് അറിഞ്ഞിട്ട് മുകളിലോട്ട് വലിച്ചു കൊടുക്കുക കേട്ടോ. ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ. അതിനുശേഷം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വേറെ ടോപ്പർ എടുത്ത് ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിതിൽ ഏത് പെന്നാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണുണ്ടോ. അപ്പോൾ ഇതുപോലെ വലിച്ചു കൊടുക്കുക, നമുക്ക് നേരത്തെ പോലെ തന്നെ കിട്ടും. അതിനുശേഷം എന്തെങ്കിലും ഒരു ടോപ്പർ എടുത്ത് വെച്ച് കൊടുക്കുക. പർപ്പിൾ ടോപ്പറായാലും നല്ല ഭംഗി ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലത്തെ 5 ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ തേർഡ് വണ്ണാന്ന് തോന്നുന്നു. ഇത് നമ്മൾ 4th വണ്ണാണ്, ബ്രൗൺ കളറിൽ. അപ്പോൾ ഫസ്റ്റ് വൺ ഇങ്ങനത്തെ ഒരു BTS തന്നെയാണ്. പിന്നെ നമ്മൾ ഷോർട്സിന് വേണ്ടി ഉണ്ടാക്കിയ വേറെ ഒന്നുണ്ട്. പിന്നെ റെഡ് കളർ തീമിൽ ഒരെണ്ണമുണ്ട്. പിന്നെ നമുക്കുള്ളൊരു ബ്രൗൺ കളർ തീമിലാട്ടോ. അതിനുശേഷം ലാസ്റ്റ് കൊണ്ടാണ് ഒരു ഓറഞ്ച് കളർ തീമിൽ. നിങ്ങൾക്ക് ഇതിലേതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോ വേണമെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. ഡെസ്ക് ഡെക്കോറോ വാൾ ഡെക്കോറോ എന്തായാലും കുഴപ്പമില്ല, എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക കേട്ടോ. അതിന് നമുക്ക് വർക്കിംഗ് ആണോ നോക്കാം. ഞാൻ ജസ്റ്റ് ഒരു ബുക്ക് എടുത്ത് ജസ്റ്റ് എഴുതി കൊടുക്കുകയാണ്. നല്ല വർക്കിംഗ് ആണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്യുക. അപ്പോൾ അത്രയുള്ള ദിവസം വീഡിയോ. ബൈ.